ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓസ്ട്രിയയിലെ ഇൻസ്ബ്രുക്കിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് അബ്സാം. ഇവിടെയുള്ള വിശുദ്ധ മിഖായേലിൻ്റെ നാമധേയത്തിലുള്ള ബസിലിക്ക പ്രസിദ്ധമാണ്. അതുപോലെ പ്രസിദ്ധമാണ് അബ്സാമിലെ മരിയൻ കപ്പേളയും. ഗ്ലാസിൽ പൊതിഞ്ഞിട്ടുള്ള ലോകത്തിലെ ഏക മരിയൻ കപ്പേളയാണിത്. 18-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ് ഇവിടുത്തെ മരിയ ഭക്തിക്ക് നിദാനം. 1797 ഒരു മഞ്ഞുകാല ദിനത്തിൽ റോസീന ബുക്കർ എന്ന ഒരു പെൺകുട്ടി അബ്സാമിലുള്ള തൻ്റെ ഫാം ഹൗസിൽ തുന്നൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം ഏതാണ്ട് ഉച്ചതിരിഞ്ഞ് 3-4 മണി. പകൽ വെളിച്ചം മങ്ങി തുടങ്ങിയ സമയം. പെട്ടെന്ന് റോസീന മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി. ജനാലയിലെ ഗ്ലാസിൽ ഒരു സ്ത്രീയുടെ മുഖം. അവൾ അതിൻ്റെ അടുത്തു ചെന്ന് നോക്കി. ഉറപ്പുവരുത്താനായി അമ്മയെ വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. 2 പേരും കൂടി വിവരം വികാരിയച്ഛനെ അറിയിച്ചു. കണ്ടവരെല്ലാവരും ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. അത് വ്യാകുല മാതാവിൻ്റെ മുഖം തന്നെ. അല്പം ചെരിഞ്ഞ രീതിയിലായിരുന്നു മുഖം. മുഖത്ത് അസാധാരണമായൊരു ഭാവവും. അനേകം കണ്ണാടി ചില്ലുകൾ ചേർത്ത് നിർമ്മിച്ചതായിരുന്നു ആ ജനാല. അവർ മാതാവിൻ്റെ ചിത്രം പതിഞ്ഞ ചില്ല് അടർത്തിയെടുത്ത് പരിശോധിച്ചു. തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്കായി പെയിന്റിംഗ്, ഗ്ലാസ് പണി വിദഗ്ധരുടെ അടുത്തേക്ക് ചിത്രം അയച്ചു. അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഗ്ലാസിൽ വെള്ളമൊഴിക്കുമ്പോൾ ചിത്രം അപ്രത്യക്ഷമാകുന്നു. ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും തെളിയുന്നു. അവർ രാസപദാർത്ഥങ്ങളുടെ സഹായത്തോടെ അത് പരിശോധിച്ചുവെങ്കിലും ആ ചിത്രത്തിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതൊരു ദുശകുനമാണെന്നാണ് റോസിനയുടെ അമ്മയ്ക്ക് തോന്നിയത്. എന്നാൽ അത് പരിശുദ്ധ കന്യകയുടെ അനുഗ്രഹത്തിൻ്റെ അടയാളമാണെന്ന് ഇടവക വികാരി അഭിപ്രായപ്പെട്ടു. ആ ചിത്രം ഇന്ന് അബ്സാമിലെ ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നു. വളരെ വേഗത്തിൽ ഈ ചിത്രവും മാതൃഭക്തിയും പ്രശസ്തമായി. ഓസ്ട്രിയൻ സംസ്ഥാനമായ ടൈറോളിലെ ഏറ്റവും സുപ്രധാനമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി അബ്സാമിലെ മരിയൻ കപ്പേള മാറി. നിരവധി അത്ഭുതങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദേവാലയം 2000 AD വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ മൈനർ ബസിലിക്കയായി ഉയർത്തി. അബ്സാമിലെ ആർദ്രതയുടെ മാതാവ് എന്നാണ് ആ രൂപം അറിയപ്പെടുന്നത്. ചിത്രം ആദ്യം കണ്ട ദിവസത്തെ അനുസ്മരിപ്പിച്ച് ജനുവരി 17 തിരുനാൾ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ആ ദിനം ഇവിടെ വിശേഷമായി ആഘോഷിച്ചു പോരുന്നു. നമുക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം.